Good morning. Welcome back to the channel. നമ്മൾ രാവിലെ ഒരു കാട്ടിലെ സഫാരിക്ക് വേണ്ടിയിട്ട് കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. നല്ല ഫോഗ്. സമയം രാവിലെ 5 മണിയായുള്ളൂ. സുന്ദരം കോടയാണ്. രാവിലെ നമ്മൾ ദമ്മനക്കട്ട സഫാരി ഗേറ്റിലെത്തിയിരിക്കുകയാണ്. സമയം 5:50. ഒന്നും കാണാൻ മേലാത്ത കോട. കാറിനകത്തു നിന്നുള്ള കാഴ്ചയാണിത്. കാറിൽ മുഴുവൻ മഞ്ഞ് വീണിട്ട് കാറിൽ വന്ന് മുകളിൽ നിന്ന് മഞ്ഞ് വീഴുന്ന ഒച്ചയും കേൾക്കാം. 6 മണിക്ക് തുടങ്ങുന്ന സഫാരിക്കായി ആളുകളെല്ലാവരും ബസ്സുകളിൽ കയറി സീറ്റ് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലെ കബിനി സഫാരി 4 എണ്ണം വീതം ആണുള്ളത്. രാവിലെ 2ഉം ഉച്ച കഴിഞ്ഞ് 2ഉം. എന്നാൽ ഈ സഫാരികൾക്ക് ദൈർഘ്യവും നിരക്കും കുറവാണ്. ഇന്ന് രാവിലത്തെ 2 സഫാരിയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റില്ല. പിന്നെ മൃഗങ്ങളെ കാണുന്ന യാത്ര തുടങ്ങി. വനത്തിനുള്ളിൽ കയറിയിട്ടും അടുത്തിരിക്കുന്ന ആളുകളെ പോലും കാണാൻ വയ്യാത്ത രീതിയിലുള്ള കോടമഞ്ഞാണ്. ഇരുട്ടിൽ കൂടി യാത്ര ചെയ്ത ആദ്യ കാഴ്ചയായി അല്പം പുള്ളിമാനുകളെ കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തി. കുമ്പ് മുളച്ചു വരുന്ന ഒരു ചെറിയ ആൺമ്ലാവിൻ്റെ കാഴ്ച. അതിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു മാല ഇട്ടിരിക്കുന്ന പോലെയുള്ള വരകൾ അവനെ കൂടുതൽ സുന്ദരനാക്കി. കുരങ്ങന്മാരെയും മ്ലാവിൻ കൂട്ടങ്ങളെയും മാൻ കൂട്ടങ്ങളെയും ആൺമയിലുകളെയൊക്കെ കണ്ട് പ്രഭാതത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ഈ യാത്രയിൽ അനുഭവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൂടുതൽ വന്യജീവികളെ കാണുന്നത് പോലെ തന്നെ ആകർഷകമായ പ്രഭാതത്തിലെ മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഈ വനക്കാഴ്ചകൾ, വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വനത്തിൽ മഞ്ഞുമൂടി നിൽക്കുന്ന കാഴ്ചയും അതിനോടൊപ്പം കാണപ്പെടുന്ന ചെറു വന്യജീവികളുടെ കാഴ്ചയും മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ അതുല്യമായ ചുവർ ചിത്രങ്ങൾ പോലുള്ള കാഴ്ചകളാണ് ഇന്ന് ഈ കബനി നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കാനന സഫാരികൾ എന്നും എപ്പോഴും നമ്മുടെ മുന്നിൽ കാഴ്ചകൾ നിരത്തി നമ്മളെ വനക്കാഴ്ച കൊണ്ട് സൽക്കരിക്കുന്നവയാകണം എന്നില്ല. ചിലപ്പോൾ ഒരു കാഴ്ചയും കാണാനാവാതെ നമ്മൾ മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുള്ള നിരവധി സഫാരികൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ബന്ദിപ്പൂർ വനത്തിൽ 3 മണിക്കൂറോളം സഫാരി നടത്തിയിട്ട് പുള്ളിമാനുകളെ പോലും കാണാനാവാതെ 2 ലങ്കൂറുകളെ മാത്രം കണ്ട് തിരിച്ചിറങ്ങിയ ഒരു സഫാരി ഞാനിപ്പോൾ ഓർക്കുന്നു. അതേപോലെ കേരളത്തിലെ വനമായ മുത്തങ്ങയിലും നിരവധി തവണ ഇതേപോലെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യത്തിലും വനത്തിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും പ്രകൃതിയുടെ കാഴ്ചകളും പച്ചപ്പും അതോടൊപ്പം നമ്മൾക്ക് അവിടെ ശ്വസിക്കാൻ കിട്ടുന്ന ഏറ്റവും ശുദ്ധവായുവും എല്ലാം നമ്മൾ അങ്ങനെ ആസ്വദിക്കുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി നമ്മുടെ മുന്നിൽ നിരത്തി വയ്ക്കുന്ന അതുല്യമായ ചില വന്യജീവി കാഴ്ചകൾ, അത് ലഭിക്കുമ്പോഴുള്ള സന്തോഷം എല്ലാം വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ സാധിക്കുകയില്ല. കാഴ്ചകൾ മുന്നിൽ കിട്ടിയിട്ട് ആ കാഴ്ചയുടെ ആഹ്ലാദത്തിൽ അത് റെക്കോർഡ് ചെയ്യാൻ പോലും വിട്ടുപോയ സന്ദർഭങ്ങൾ നിരവധിയാണ്. കബനിയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടുത്തെ ഇലക്ട്രിക് ടവറുകളോട് ചേർന്നുള്ള ഫയർലൈൻ ഭാഗത്തുള്ള വന്യജീവി കാഴ്ചകൾ. ഇന്ന് മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ 2 കലമാനുകൾ കൊമ്പുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്.
അല്പസമയത്തിനുള്ളിൽ ഒന്നാം സഫാരി സമയം തീർന്ന് ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ അതേ ബസ്സിൽ തന്നെയാണ് മറ്റ് യാത്രക്കാരെയും കയറ്റി സമയം കളയാതെ വീണ്ടും യാത്ര തുടങ്ങി. ഈ യാത്രയിലെ ആദ്യ കാഴ്ച ലങ്കൂറുകളാണ്. പുലർകാല മഞ്ഞിൽ അവർ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടിക്കളിക്കുന്നു. ഒരു അപ്രതീക്ഷിത കാഴ്ചയാണ് അടുത്തതായി കിട്ടിയത്. വൈറ്റ് ബെല്ലീഡ് വുഡ്പക്കർ എന്ന കാക്ക മരം കൊത്തിയുടെ കാഴ്ചയാണ്. മൈനയോളം വലിപ്പമുള്ള കാക്ക മരം കൊത്തിയുടെ വാലിന് മീതെയും വയറ്റത്തുമുള്ള വെള്ളപ്പാടുകൾ ഒഴിച്ചാൽ ദേഹമാസകലം കറുത്ത നിറമാണ്. പൂവിൻ്റെ നെറ്റി തൊട്ട് പിൻകഴുത്തുൾപ്പെടെ നല്ല ചുവപ്പ് നിറമായിരിക്കും. കൊക്കിന് താഴെ താടിക്ക് മുകളിലായി ഒരു ചുവന്ന വരയും കാണാം. പിടയ്ക്ക് പിടലിയിൽ മാത്രമേ ചുവപ്പ് നിറം കാണുകയുള്ളൂ. കാക്കയെപ്പോലെ പറക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് കാക്ക മരം കുത്തി എന്ന പേര് കിട്ടിയത്. ഒരു വിദഗ്ധനായ തച്ചനെ പോലെ അത് മരം അതിൻ്റെ മൂർച്ചയേറിയ ചുണ്ടുകൾ കൊണ്ട് കൊത്തി മുറിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച. കൂടെ അത് കൊത്തിമുറിക്കുന്ന ഭാഗത്തെ ഭംഗി, വീണ്ടും തല ചെരിച്ചു നോക്കുന്ന കാഴ്ച, എല്ലാം മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ അതിസുന്ദരം തന്നെയാണ്. ചെറുതായി വെളിച്ചം വന്ന് തുടങ്ങുന്നു. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ കൂട്ടം പുള്ളിമാനുകളെ കണ്ട് വണ്ടി നിർത്തി. സാധാരണ ചെറുജീവികളെ കണ്ടാൽ ഗവനിക്കാത്ത ഡ്രൈവർമാരാണ് മിക്ക വനങ്ങളിലെയും സഫാരി ഡ്രൈവർമാർ. എന്നാൽ ഇന്ന് മറ്റ് കാഴ്ചകൾ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ ഇവയുടെ മുമ്പിലും വണ്ടി നിർത്തി തരുന്നു. ആ കൂട്ടത്തിൽ 7 പുള്ളിമാനുകൾ കൊമ്പുയർത്തിപ്പിടിച്ച് നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ച ഏറെ ആസ്വാദ്യകരമായ ഒന്നാണ്. അടുത്ത് തന്നെ മറ്റൊരു ചെറിയ മാൻകൂട്ടം. ബസ് നിർത്തിയത് കണ്ട് ഭയന്ന ഇവയെല്ലാം വനത്തിലേക്ക് നടന്നു കയറി. നിമിഷങ്ങൾക്കുള്ളിൽ പോയതിലും അതിവേഗത്തിൽ അവ തിരികെ ഓടിയിറങ്ങി. നോക്കിയപ്പോൾ ഒരു ഒറ്റയാൻ കൊമ്പ് കുലുക്കിക്കൊണ്ട് അവയുടെ പിറകെ ഓടി ഇറങ്ങി വരുന്നു. അവൻ പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് മുന്നിലേക്ക് ഓടി വീണ്ടും വനത്തിൽ മറഞ്ഞു. ഈ കാഴ്ച മുൻപ് ഞാനൊരു ചെറു വീഡിയോ ആയി ഇട്ടിരുന്നു. ഫോഗ് മാറി വെയിൽ തെളിഞ്ഞ് ഇനി എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ കിട്ടുമോ എന്നുള്ള ആകാംക്ഷയിൽ വീണ്ടും അങ്ങനെ ഈ 2 സഫാരിയും നടത്തി ഞങ്ങൾ തിരികെ എത്തി. Many months later.
വീണ്ടും ചില മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കബനിയിൽ തിരികെ എത്തി. മഞ്ഞ് മാറി മഴയ്ക്ക് ശേഷം കബനി പച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നു. കാഴ്ചകൾ കണ്ട് മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരു ആനക്കൂട്ടം. അവ നമ്മുടെ ബസ് കണ്ട് പതിയെ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി. അല്പം മുന്നിലേക്ക് ചെന്നപ്പോൾ പുല്ല് മേഞ്ഞു കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു പെൺമ്ലാവ്. അത് വനത്തിലേക്ക് തിരിഞ്ഞ് നിലത്ത് കിടന്നുകൊണ്ട് അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തായി തന്നെ ഒരു കീരി നിലത്ത് നിന്നെന്തോ ഭക്ഷണം തേടുന്നു. ഇഷ്ടന് നമ്മൾ നോക്കുന്നൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ മഴ പെയ്തു തുടങ്ങി. ഇന്നത്തെ കാഴ്ചകളും അതോടെ തീരും എന്നൊരു ചിന്ത എന്നെ അലട്ടി. പിന്നീട് ഞങ്ങൾ എത്തുന്നത് ഒരു പറ്റം കാട്ടുപോത്തുകളുടെ മുന്നിലേക്കാണ്. ഈ കാട്ടുപോത്തുകളെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ നിരവധി യാത്രകൾ നടത്തിയത് വടക്കേ ഇന്ത്യൻ വനങ്ങളിലേക്കാണ്. അവിടെ കാട്ടുപോത്തുകളെ കാണുവാൻ സാധിക്കുകയില്ല, പകരം നീൽഗായികളെയാണ് കാണുവാൻ സാധിക്കുക. വീണ്ടും മുന്നിലേക്ക് എത്തിയപ്പോൾ വഴിമുടക്കി മറ്റൊരു കാട്ടുപോത്തിൻ്റെ കൂട്ടം. ഇത്തവണ ഒരു വലിയ കൂട്ടം തന്നെയായിരുന്നു ഇവിടെ. കൂട്ടത്തിലെ കൂറ്റന്മാരെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു. സഫാരി പൂർണ്ണമായ പ്രതീതി. മടക്കയാത്രയിൽ ഒരു കടുവയെക്കൂടെ കണ്ടിരുന്നെങ്കിൽ എന്ന ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിന്നു. സഫാരി സമയം ഏകദേശം തീരാറായിരിക്കുന്നു. വെളിയിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ഡ്രൈവർക്കൊരു ഫോൺ കോൾ കിട്ടി. അവിടേക്കായി ഉടൻ യാത്ര. എത്തിയപ്പോൾ മറ്റു നിരവധി വാഹനങ്ങൾ അവിടെയുണ്ട്. ഏതൊരു ഫോറസ്റ്റ് സഫാരിയുടെയും പ്രധാന കാഴ്ചയായ ഒരു കടുവ അവിടെ സുഖനിദ്രയിൽ. ഇഷ്ടന് ഇപ്പോഴെങ്ങും എഴുന്നേൽക്കുവാനുള്ള ഉദ്ദേശമുണ്ടെന്ന് തോന്നിയില്ല. ഒരു 5 മിനിറ്റോളം മാത്രം അവിടെ ഞങ്ങൾ ചെലവഴിച്ചു. വനത്തിന് വെളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം മഞ്ഞിനെയും പ്രകൃതിയെയും മാത്രം കാണിച്ചു തന്ന ഈ വനപ്രദേശം ഇന്ന് പ്രായശ്ചിത്തം ചെയ്ത് ഒരു വലിയ കാഴ്ച വിരുന്ന് തന്നെ തന്നതിൻ്റെ ആലസ്യത്തിൽ ഞങ്ങൾ സഫാരി ബസ്സിൽ നിന്നിറങ്ങി.